നമ്മളെല്ലാം സാറിന് വിളിക്കട്ടെ. വേണ്ട കഷ്ടമുണ്ട് ദൈവത്തോടെ സാറിന് വിളിക്കല്ലോ. സവിൻ ചേട്ടൻ വിളിച്ചാൽ മതിയോ? അല്ല, അത് ഇഷ്ടമാണ് സാറെന്നൊക്കെ വിളിക്കുന്നത്. അലനെ മതിയല്ല. ആ ഒരു നാക്ക് എന്താണ്? അല്ല, അതൊക്കെ സ്കൂൾ കാലഘട്ടം തൊട്ടേ ഉള്ള പരിപാടിയാണ്. അയ്യോ, അങ്ങനെയല്ല. ഇതിപ്പോ അതായത് പെൺകുട്ടികൾക്ക് ഇടയിൽ കിടന്നത് അങ്ങനെയല്ല. ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടാണ് ലൊക്കേഷനിൽ. വാഴ 2 ഹിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ചേഞ്ച് വരാൻ പോണത് ആർക്കായിരിക്കും? സെറ്റാക്കി എന്തിന് നടന്നു വരുമ്പോ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഏഴ് സുന്ദരികൾ. ഇല്ല, അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് നമ്മളെ കൂടെ അഭിനയിക്കുന്ന നമുക്ക് ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ. ഇത് ആള് ചോദ്യം പറഞ്ഞത് ഉത്തരം പോയി. ആള് വിറച്ചു പോയി. ഇതെന്ത് സ്കൂള് ബാലഭൂമി. ഓ, ലുട്ടാപ്പി. ബാലരമൻ. അല്ലല്ലോ, എന്തിനാ എന്നെ കാണിക്കുന്ന? മൊത്തത്തിൽ നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഇന്നുണ്ട്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും ഓണായോ? ഇനി ഞാനേ അലന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെഗ്മെന്റിലോട്ട് ഒന്ന് പതുക്കെ കൊണ്ടുപോകാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. നമുക്ക് എന്താണ് അലൻ തന്നെ പറഞ്ഞു, എന്താണത്? പടം കാണിക്കും, പേര് കാണിക്കും, അത് അഭിനയിച്ചു ചെയ്യാൻ നമുക്ക് ഒന്നുമില്ല. അതായത് ഒരു ഫോട്ടോ ഇവർക്ക് മാത്രമേ ഞാൻ കാണിച്ചു കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടീമാകുമ്പോ അങ്ങനെ. എന്നിട്ട് നിങ്ങൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം അത് ആരാണെന്നുള്ളത്. ചെയ്യാം. ഓക്കെ. ഉണ്ടംപൊരി, പഴംപൊരി, ബോണ്ട, ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ അണ്ണാ നിങ്ങള് പൊളി. നമ്മൾ ഞങ്ങളിത് വ്യക്തികളാന്ന് ലൈറ്റിന്റെ ഷെയ്ഡ് കൊണ്ട് കാണാൻ പറ്റിയാണ്. സത്യമായിട്ട് ഞാൻ എന്റെ ഷെയ്ഡ് കൊണ്ട് ഞാൻ കണ്ടു. അതല്ല ഇത് കാണിക്കുമ്പോഴേ ഇവര് കാണരുത്. നമ്മളെ പോകുന്നവരല്ലേ കാണിക്കാനാണ്. ഇതാരാ ഇതിപ്പോ ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞു ഇത്ര കണ്ടത് അണ്ണ കണ്ട് ഇത് അങ്ങനെ പറയാ. അവനിക്ക് പറഞ്ഞു കൊടുത്താ എടുത്താ തുടങ്ങി. നമ്മൾ അല്ല സാധനം എടുത്തില്ല, എടുത്താ വാഴ 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 അത് അവൻ കണ്ട്. ഇല്ല ഇല്ല അക്ഷരം കൂടെ കണ്ടതാ. നമ്മളെല്ലാം എന്ന് പറയുമ്പോ എടാ അവൻ കണ്ടതല്ല. ആളെ അറിയത്തില്ലേ? ഇനി നിങ്ങളത് കാണിച്ചു കൊടുക്കും ഇവർക്ക് രണ്ടുപേർക്കും. എല്ലാവർക്കും കാണിക്കാം. ഇത് ഇവരൊരു ടീം ഇവരൊരു ടീമല്ലേ? 3 ടീമാ? 2 ടീം. നിങ്ങൾ രണ്ടുപേരും ടീം, അവര് 3 പേര് ടീം, ഇവര് 4 പേര് ടീം. അത് കിട്ടും. ഞാൻ കാണിച്ച ഇവരെക്കാൾ കൂടുതൽ ഇവർക്ക് കാണിക്കാം. അവർക്ക് കിട്ടട്ടെ. ഇനി സംസാരിക്കരുത്. അമ്പയർ കുമാർ ധർമ്മസേന അമ്പയർ ഔട്ട് ആകുമ്പോഴൊക്കെ ഫ്രീ ഹിറ്റ്. അതാ ടഫ് കാണിക്കുക. അതിലാ നിങ്ങളുടെ ടാലന്റ് വെളി വരാൻ പോകുന്നത്. കണ്ടിട്ട് കൊണ്ടുപോണം. വിമാനം, റോക്കറ്റ്, വണ്ടി, അല്ല ഇത് യാത്ര, ട്രാവൽ, യാത്ര പോകുന്ന ആള്. മനസ്സിലായില്ല. യാത്ര പോകുന്ന ആള് ഒരു വ്യക്തിയാണോ? ആണോ? സന്തോഷ് ജോർജ് കുളങ്ങരയാണോ? അതുപോലെ ഞാൻ ആ പേര് പറയാന്നുള്ള ആണോ? കണ്ണുണ്ടല്ലോ മൈക്ക് ഇതായിരിക്കുന്നു. തുടങ്ങിയ സിനിമ വ്യക്തിയാണോ?
സിനിമ ആക്ടറാണ്. പഠിക്കുന്ന ആളാണോ? ആക്ടറാണ്. ആക്ടറാണ്. നീ രണ്ടും കൂടെ നമ്മളെല്ലാരും നമ്മുടെ കൂട്ടത്തിലുള്ളതാണോ? നമ്മളെല്ലാരും ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടെന്നോ? നമ്മളെ സിനിമയിലുണ്ട്. ഡയറക്ടറാണോ? നമ്മളെ അജു വർഗീസ്, പ്രൊഡ്യൂസറാ, ഡയറക്ടറാ, നിവിൻ പോളി, ഈ അൽഫോൻസ് വിനീത് ശ്രീനിവാസൻ, അൽഫോൺസ് പുത്ര. അൽഫോൻസ് പുത്രൻ. എന്താണ് നീ ഒരാളെ കൈ ചൂണ്ടളി ഒരു നീ കാണിക്കുന്നത് ഡയറക്ടറാണോ? ഇതാണ് ഡയറക്ടറാണോ കാണിക്കുന്നത്? ആക്ടർ, ബിജുക്കുട്ടൻ ചേട്ടൻ, ആക്ടറാണോ? അല്ല, ഇവർ രണ്ടുപേരും പറഞ്ഞത്, അതായത് അജു വർഗീസ്, ബിജുക്കുട്ടൻ ചേട്ടൻ, നിവിൻ പോളി, പ്രേമോ? നിവിൻ പോളി, അല്ല, പ്രേമല്ലല്ലോ അല്ലേ? നിവിൻ പോളി ഇന്ന് സിനിമ എടുത്താ. നിവിൻ പോളി, അജു വർഗീസും ഇപ്പൊ ചെയ്യുന്ന സർവമ്മയെ. ആ, സർവ്വമായി. എന്റെ ഡയറക്ടറിന്റെ പേരാ ആരാ ഓർമ്മ ഇവങ്ങനെ കാണിച്ചു. വിനായകെ ഇവന്റെ കണ്ണിന്റെ ഇവിടം വരെ കൊണ്ട് എന്നിട്ട് അവ അവിടുന്ന് ഇവിടെ നോക്കി ഞാൻ റിയാന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇവൻ കാണിക്കുന്നത് ചിന്തിച്ചോണേ. വേറെ രീതിയിലാണ് ഞാൻ പറയുന്നത്. അത് വേറെ സംസാരിക്കില്ലേ? അതല്ല, ഇവരൊക്കെ കാണിക്കണം എല്ലാവരും. വയറ്. അത് കിട്ടാൻ ടാസ്ക്. ജിമ്മ്. ഫുഡ്. അത് കാണിക്കാം, പക്ഷെ അത് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. കൊടവേദന. കള്ളുടിയൻ ബിയർ വയറുവേദന. ഗ്യാസ്. ഏമ്പക്കം ഗ്യാസ്. ഗ്യാസാ? ആ ഓക്കെ ഓക്കെ. ഗ്യാസ് സിലിണ്ടർ. ഓക്കെ. സിലിണ്ടർ കിട്ടി. സാധനം കിട്ടി. കഴിഞ്ഞില്ലേ? അതെ. നീ ഇവിടുന്ന് തുടങ്ങിയ ടെൻഷനായി. കാണി. വേറെ ആരെങ്കിലും കാണിക്കും. ഞാൻ അളി തന്നെ സയൻസ് കാണിക്കും please. സിനിമ വ്യക്തിയാണോ? സിനിമയുടെ പേരാ. വ്യക്തി. ആദ്യം ഉണ്ടായിരിക്കില്ല സംസാരിക്കാൻ ഇവിടെ പിള്ളേരുണ്ട്. ഇവിടെ വ്യക്തി. സിനിമ സംവിധായകനാണോ? ഓക്കെ. നമുക്ക് പരിചയമുള്ള, നമുക്കറിയുന്ന ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് 1983 ബേസിൽ. വേറെന്താ പറയാ ഇന്റർവ്യൂവിന് പറയുന്ന വേറെ വേർഡാ? ആങ്കർ. ഇന്നലത്തെ ഇന്റർവ്യൂ. വാഴ. ഇന്റർവ്യൂ ക്യാമറ. ഡയറക്ടർ ഇന്റർവ്യൂ ക്യാമറ ഡയറക്ടർ സിനിമ സിനിമ വാഴ 2. പ്രൊമോഷൻ. ഇതിലുള്ള ഒരാളാണോ? അത് തന്നെ. ഞാൻ ധ്യാനത്തിലേക്ക് ഇരിക്കാൻ പോയപ്പോ റെഡി അല്ലേ? റെഡി സാർ. ഓക്കേ, അപ്പൊ ഇവര് ആരാ ചെയ്യുന്നവരാ? ഇവര് ചെയ്യാണ്. ഓക്കേ. ഇവര് ചെയ്യാണ്. 7 സുന്ദരികൾ. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. സിനിമയാണോ? കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. യൂട്യൂബ്. ഇൻസ്റ്റയിലുള്ള വ്യക്തി. ഇൻസ്റ്റാഗ്രാം ലോഗോ. ഇൻസ്റ്റാഗ്രാം ലോഗോ. ഇൻസ്റ്റാഗ്രാം. ഇനി നിങ്ങൾ ഇത് ടഫാണ് എന്റെ കാണിക്കുന്നത്. കാണിക്കട്ടെ അണ്ണാ. ആദ്യം സേഫ് ആയിട്ടുള്ള പറഞ്ഞിട്ട് പോടാ. സിനിമ. ഡയറക്ടർ. സിനിമ. സിനിമയാണ്. സ്വിമ്മിങ്. നീന്തുന്നു. കൊളം. സിനിമയുടെ പേരാണോ വ്യക്തിയാണോ? സിനിമയുടെ പേര് നീന്തുന്ന സിനിമയുടെ പേരാ? ഇപ്പൊ നേരത്തെ പറഞ്ഞ ആളെ പേരുണ്ടാകും. കടലാണോ ഉദ്ദേശിക്കുന്നത്? മലയാളം കായൽ. അരുവി. എല്ലാം കുളം. കുളത്തിന്റെ വേറെ പേരാ? ചെമ്മീൻ. കുളത്തിന്റെ വേറെ പേരാണോ? കിണർ. തോട്. പടത്തിന്റെ ബേസിസിൽ എടാ, പടത്തില് നീന്തുന്ന പരിപാടി ഉണ്ടെന്നാണോ അതോ പടത്തിന്റെ പേര്? കുളത്തിന്റെ വേറെ പേര്? കുളത്തിന്റെ വേറെ പേര്? 6. മായാനദിയോ? പുഴ. നദി. മായാനദി. നദി. നദികളിൽ സുന്ദരി. പൊളി പൊളി പൊളി. ടീം വൺ സ്ട്രോങ് ആണ്. മെസ്സേജ് വാട്സാപ്പിൽ. ഇനി അവിടെ നമ്മുടെ അയ്യോ നമ്മളതെങ്ങനെയാണ് അവരങ്ങോട്ട് ആദ്യം പറയണം. നമ്മൾ തമ്മിൽ. നമ്മൾ കുട്ടികൾ. കുട്ടിച്ചാത്തൻ. സ്കൂള്. ബാലഭൂമി. ഓ ലുട്ടാപ്പി. ബാലരമേ. ആയാലും അടുത്തത് അവൻ അയ്യോ അത് സിമ്പിൾ കാര്യം. കാണിച്ചോ അത് നീ കാണിച്ചു. വിനായക് കണ്ണ്. മസിൽ.
എടാ ആര് മസിലോ? സഞ്ജു സഞ്ജു ബ്രില്യന്റ്. സഞ്ജു സാംസൺ. എന്താ കാണിച്ചത് നീ? ഇത് പുള്ളിയുടെ ആക്ഷൻ ആയത് സെലിബ്രേഷൻ. ഓക്കെ. അങ്ങനെ അത് തീർന്നിരിക്കുകയാണ് guys. നമ്മൾ നല്ല മനോഹരമായി ജയിച്ചത് നമ്മളല്ലേ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് നിങ്ങളിപ്പോ ഈ ഇരിക്കുന്ന എല്ലാവരും, അതായത് ഇപ്പൊ സെറ്റില് നിങ്ങൾ എല്ലാവരും കൂടി ഒരുപാട് ഉണ്ടായിട്ടുള്ള സീൻസ് ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾ അത്യാവശ്യം നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയല്ലേ? അപ്പൊ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇത് ചോദിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം വേറുള്ളവരെ പറ്റി നമുക്ക് പറയണ്ട, പക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും കാര്യങ്ങളിൽ പറഞ്ഞാൽ മതി. സംഭവം എന്താ വെച്ചാൽ, ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഒരാളെ ചൂണ്ടി കാണിച്ചാൽ മതി, ഇത് ചെയ്യുന്നത് ആരാണെന്ന് ചൂണ്ടി കാണിച്ചാൽ മതി. അതാണ് സംഭവം. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താ വെച്ചാല്, നിങ്ങളിപ്പോ ഇരിക്കുന്ന ഇത്രയും പേരില് ആദ്യം കാണുമ്പോൾ ഭയങ്കര പാവമായിട്ടുള്ള ഒരാള്, പക്ഷെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ആണ് മനസ്സിലായത് ആൾ അത്ര പാവമൊന്നുമല്ല, അത്യാവശ്യം ജഗജലി ആയിട്ടുള്ള ഒരാളാണ്. അത് ആരായിരിക്കും ഈ കൂട്ടത്തില്? സബിൻ സാർ. സബിൻ സാറിനാണ് എല്ലാരും പറയുന്നത്. ഓക്കെ, അപ്പൊ സബിൻ സാറും ദേവരാജും ആണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ദേവരാജിനെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കും തോന്നുന്നു അതായത് ഭയങ്കര ഇങ്ങനെ ഒരാളാണെന്ന്. പക്ഷെ പക്ഷെ അല്ല. അപ്പം ദേവരാജ് എന്താ ചെയ്യുന്നത്? നീ പറ, നീയാണ് എന്റെ തുറുപ്പ് ചീട്ടുന്നത്. അതായത് നമ്മൾ പൊതുവെ നല്ല അഭിപ്രായം. നല്ല മസിൽ പിടുത്തൊക്കെ ഉള്ളൂ, പക്ഷെ പാവോ കുറച്ചുകൂടെ കണക്ട് ആയപ്പോഴാണ് നമ്മൾ അതേ വൈബാണെന്ന് മനസ്സിലായത്. നല്ലൊരുത്തനാ, നല്ലൊരുത്തന. അടിപൊളി. ഇനി സബിൻ സാറിനെ പറഞ്ഞു ആരാധ്യ. സാറ് ആദ്യം അങ്ങനെ ലൈക് അധികം സംസാരം ഇപ്പൊ കണ്ടില്ലേ, മിണ്ടാണ്ടിരിക്കാൻ ചേട്ടൻ വിളിച്ചാൽ മതിയോ? അല്ല, ഇഷ്ടമാണ് സാറിനൊക്കെ വിളിക്കുന്നത് ഇവിടെ. സാറ് പക്ഷെ നമ്മളെ പോലെ തന്നെ ഭയങ്കര ഫണ്ണാണ് സാറ്. ഫണ്ണാണ്. ഇന്റർവ്യൂ ആയതുകൊണ്ട് പുള്ളിക്കാരൻ അപ്പൊ ഞാൻ അടുത്ത ചോദ്യം, പുറത്ത് ഭയങ്കര കോൺഫിഡന്റ് ആണ് സെറ്റിൽ വരുമ്പോ, പക്ഷെ പാനിക് ആവുന്നതാണ്. അല്ലല്ലോ, എന്തിനാ എന്നെ കാണിക്കുന്ന? അറിയാതെ ഇവനെ ചൂണ്ട എനിക്ക് ശബരിനെയും പറഞ്ഞു, അലനെയും പറഞ്ഞു. ചോദ്യം അണ്ണന്റെ അടുത്ത് ചോദിച്ചാ പോരെ. അല്ല, അണ്ണൻ പറ, അണ്ണൻ പറ. എനിക്ക് രണ്ടുപേരും. അണ്ണ എന്തിനാ ആരാ? അലിനും അലനും ദേവരാജും. ഓക്കെ, സർ എന്താ അങ്ങനെ പറയാൻ? അലൻ എന്താ അങ്ങനെ പുറത്ത് ഭയങ്കര കോൺഫിഡൻസ് ഇട്ടിട്ട്? ഞാൻ പറഞ്ഞ അല്ല, അങ്ങനെയൊന്നുമല്ല. എന്നാലും സാർ പറഞ്ഞു, സാറിന് മനസ്സിലാവും. അണ്ണ ചോദ്യം കേട്ടായിരുന്നു. എന്നെ ചൂണ്ടിയത് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നിന്നിട്ട് അത് അജിനല്ലേ? ഓക്കെ, അതെന്ത് സാർ അങ്ങനെ? പയ്യന്റെ ഒരു രീതി അങ്ങനെ. അത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സാറിന്റെ അടുത്ത് ഒന്ന് ചോദിക്കും, സാർ ഞാൻ എന്താണ് അടുത്ത് ചെയ്യാനുള്ളത്? ആ കോൺഫിഡന്റ് ആയിട്ട് വന്നിട്ട് ആക്ഷൻ. അതാ പുള്ളി ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, മെയിൻ ഒരാൾ ഇവനും ഉണ്ട് അങ്ങനെ. അലനും ഉണ്ട് അങ്ങനെ. ഒരു സീനാണ് നിങ്ങൾ പറയുന്നത് എപ്പോഴും. ഒരൊറ്റ സീനായി നമ്മള്. എന്താ കാണിച്ചവൻ? അല്ലല്ല, അങ്ങനെ നോർമലായിട്ട് ഷെയർ ചെയ്യണം. അല്ല, അത് കുഴപ്പമില്ല, നമുക്ക് ഷെയർ ചെയ്യാം. അല്ല, അങ്ങനെയൊന്നുമില്ല. കാര്യമായിട്ടൊക്കെ പഠിച്ചോണ്ട് വന്ന് നമ്മളൊക്കെ തന്നെ ഒരു 10 വട്ടം പറയും, ഞാനത് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഞാൻ ചെയ്തൊക്കെ കാണിക്കാം എപ്പോഴും. ആക്ഷനില് ചെറുതായിട്ട് ഒറ്റ ഡയലോഗ് മാറിയ ആളിങ്ങനെ ആക്ഷൻ കേൾക്കുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഞെട്ടലോ പേടി എന്തെങ്കിലും വരാറുണ്ടോ? അല്ല, ഞാൻ ഇറങ്ങി പോവാണോ? ഇത് ചോദ്യം അതാണ് ശരിക്കും ആക്ഷൻ. ഇപ്പൊ ഡയറക്ടർ, ഇപ്പൊ സവിൻ സാർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആക്ഷൻ എന്ന് പറയുന്ന ആളാണോ, അല്ലെങ്കിൽ പതുക്കെ ആക്ഷൻ എന്ന് പറയുന്ന ആളാണോ? ആളെ ആക്ഷൻ ഇടയ്ക്ക് പറയാറില്ല. ചിലപ്പോ പറയാറില്ല. ഇടയ്ക്ക് ക്യാമറ പറയുന്നില്ലേ ആക്ഷൻ. ചിലപ്പോഴൊക്കെ മൂഡ് അനുസരിച്ച് ആക്ഷൻ സൗണ്ട്, ചിലപ്പോ കട്ടും പറയില്ല ആള്. ഇങ്ങനെയൊക്കെ സൗണ്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താന്നുള്ളത്. ആക്ഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതേ പേസിൽ അപ്പൊ കുഴപ്പമില്ല. പാട്ടൊക്കെ പാടിടക്കെ നിങ്ങൾ എന്താ അതിന്റെ ഇടയ്ക്ക്? ഞാൻ അലിനെയാണ് ഈ വീണ്ടും അല്ല, ഞാൻ അത് ഇടയ്ക്ക് മാറി പോകുന്നത് കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിക്ക് പോവാണേ. അതായത് ഡയലോഗ് ഏറ്റവും നന്നായിട്ട് പറയുന്നത് ആരാണ്, മറക്കാണ്ട്?
Oh man, സപ്പോർട്ടുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല, ആരും ഇതുവരെ പറഞ്ഞു. ദേവരാജാണ് അതെ ദേവരാജാണ്. ആണല്ലേ? ഡയറക്ടർ ഒന്ന് പറയോ, അതായത് ആ ഒരു ഭംഗി എന്ന് പറയോ, ആള് ഒട്ടും തെറ്റിക്കാണ്ട് പറയുന്നതിന്റെ ഒരു രസം. തെറ്റിക്കാതെ പറയുന്നതിനേക്കാൾ ഉപരി ക്യാരക്ടറായിട്ട് വന്നത് പെർഫോം ചെയ്ത് നമ്മൾക്ക് തന്നെ ഒരു വാവെന്ന് പറയാൻ തോന്നി. അടിപൊളി, കൈയടിക്കും. സൂപ്പർ. ഇനി അടുത്തത്, ഷൂട്ട് ഡിലേ ആവുകയാണെങ്കിൽ അതിന് റീസൺ ആവുന്ന ഒരാളായിരിക്കും ഇക്കൂട്ടത്തിൽ. ആരായിരിക്കും? എന്തെങ്കിലും ചെറിയൊരു ഡിലേ ലേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ ആരായിരിക്കും അങ്ങനെ വരുന്നുണ്ടാവുക? ഡയറക്ടർ തന്നെയാണ്. ഇവര് 4 പേരും തന്നെ. ഇവര് 4 പേരും ഞാനല്ലെങ്കിൽ ഇവര് 4 പേരും. ആരംഭിക്കുന്നത് തോന്നുന്നത് സേർ തന്നെയാണോ ലേറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ സേർ ആണോ പലപ്പോഴും നിങ്ങളാ ലേറ്റ് ആക്കണത്? നമ്മള് കറക്റ്റ് എത്തും. നിങ്ങൾ കറക്റ്റ് എത്തും. ഓക്കെ, ഇനി വെറുതെ ഒരു രസത്തിൽ ചോദിക്കുന്ന ഞാൻ, വാഴ 2 ഹിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ചേഞ്ച് വരാൻ പോണത് ആർക്കായിരിക്കും? ഡയറക്ടർ അത്രയും പ്ലേസ് ആവും, ഒരുപാട് എത്തും, ഒരുപാട് ചർച്ച ചെയ്യപ്പെടും. അങ്ങനെയല്ല, എല്ലാ ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ എന്നുള്ള ഇതിലാണ്. ചേട്ടനപ്പൊ അടുത്ത പടം ഉടനെ ചെയ്യോ? ഇത് കഴിയട്ടെ, എന്തിന് നടന്നു വരുമ്പോ സെറ്റിലൊക്കെ നമ്മള് പറഞ്ഞ് നമ്മൾ സിനിമയുടെ പുറത്ത് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് സിനിമയെ പറ്റിയിട്ട് ഓരോരോ എന്താ പറയുക ഒരു മിസ്കൺസെപ്ഷൻസ് എപ്പോഴും ഉണ്ടാവും, സിനിമ ഫീൽഡിനെ പറ്റിയിട്ടോ സിനിമയെ പറ്റിയിട്ടോ. പക്ഷെ നിങ്ങൾ സിനിമയിൽ വന്നതിന് ശേഷം മാറിയിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അയ്യോ ഇത് ഇങ്ങനെയൊന്നും അല്ല ഇവിടെ തോന്നിയിട്ടുള്ള കാര്യമുണ്ടോ നിങ്ങൾക്ക്? അതെ, അതായത് ഇപ്പൊ നമ്മള് സിനിമയിൽ നിന്ന് ദൂരെ നോക്കുമ്പോൾ പലരും പലരും ചിന്തിക്കും, അതായത് അവരെങ്ങനെയായിരിക്കും ചെയ്യുന്നത്. സാധാരണ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതേ രീതി ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് സിനിമയും ചെയ്യുന്നത്. അപ്പൊ അതേ രീതിയിലുള്ള ടോക്കും കാര്യങ്ങളും. ഇപ്പം സിനിമ മാത്രമായിരിക്കില്ല നമ്മളവിടെ സംസാരം, നമ്മളവിടെ സാധാരണ കാര്യങ്ങൾ സംസാരിക്കും, നമ്മുടെ വീടിനെ പറ്റി സംസാരിക്കും, പഴയ ചെയ്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കും. പിന്നെ പൊതുവേ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാത്തൊരു മേഖല ആകുന്നതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ്, ഏത് രീതി, ഇച്ചിരി തലക്കനുള്ള ആൾക്കാരായിരിക്കോ, അങ്ങനെയൊന്നുമില്ല. നോർമൽ നല്ല ഹാപ്പി ആയിട്ടുള്ള ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ ഇത് ചെയ്യാൻ, അങ്ങനെയൊക്കെ പുതിയ അറിവുകളായിരുന്നു. കാര്യം നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമ്പം അങ്ങനെയാണ്, അവരങ്ങനെ ചെയ്യും, ഇവരിങ്ങനെ ചെയ്യും, ഇത്തിരി പ്രശ്നമാണ്, പ്രഷർ വരും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമുക്കെല്ലാം ഒരു അടിപൊളി ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാം പോയത്. അപ്പൊ അതൊരു പുതിയൊരു സ്മൂത്ത് ആയിട്ട് പോയത്. നമ്മൾ ചിന്തിച്ച അത്ര നമുക്ക് പ്രഷർ കൊടുക്കേണ്ടതിൽ ഒന്നും വന്നില്ല. അടിപൊളിയാണെന്നുകൊണ്ട് ഇതുപോലെ തന്നെ അങ്ങ് പോയി. ഓക്കെ, ദേവരാജന് എന്താ പറയാനുള്ളത്? ഇല്ല, ഞാൻ ആലോചിക്കായിരുന്നു സത്യം പറഞ്ഞു. അങ്ങനെ അൺഎക്സ്പെക്ട്, അയ്യോ ഇത് ഇങ്ങനെയാണോ എന്ന് തോന്നിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ, കുറെ ലേണിങ്സ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, ചെറിയ ചെറിയ അതിനെക്കുറിച്ച് നമുക്കൊരു ഒന്നും അറിയാത്ത ഇതെന്ന് വന്ന് അങ്ങനെയല്ല. ഇപ്പോൾ ഷോട്ട് വെക്കുന്ന രീതി, ക്യാമറയ്ക്ക് നമ്മൾ പ്രൊഫൈൽ കൊടുക്കുന്ന രീതി, ഫേവർ ചെയ്യണ്ടേ, വളരെ ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ റീല് ചെയ്യുന്നത് ഇതൊന്നും അല്ല ഈ പരിപാടി എന്നുള്ളത് മനസ്സിലായി, ഇവിടെ വന്നാണ് മനസ്സിലായത്. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആക്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിവിടെ വന്നാണ് ആദ്യത്തെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് പരിപാടി, ഇനിയുള്ള ഷോട്ടുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ മനസ്സിലായത് ഇവിടെയാണ്. ഓക്കെ, ഇപ്പോൾ ദേവരാജ് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കണ്ടോ അയാളുടെ തന്നെ, അതായത് ഇപ്പം നമുക്കിപ്പം ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യുമ്പം ആ ഒരു ഇമോഷൻ കറക്റ്റ് എത്തിക്കുന്ന ഒരാളാണ് ദേവരാജ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്കത് വിശ്വാസം വരും, അതായത് ഇയാൾ ചെയ്ത ആ ഒരു സാധനം എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഒരു നല്ലൊരു ആക്ടർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അങ്ങനെ വലിയൊരു പ്രിപ്പറേഷൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ പ്ലാൻസ് ഒന്നുമില്ല. ബേസിക്കലി ചെയ്യുന്ന സംഭവം ആ ഒരു ക്യാരക്ടറിനെ ഞാൻ ഉൾക്കൊള്ളും. ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഞങ്ങളുടെ വീഡിയോസിൽ തന്നെ ഇപ്പം ഞാനല്ലാതെ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്യേണ്ട ഒരു സാധനമാണെങ്കിൽ സീനിൽ ചിലപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ദേഷ്യപ്പെടുന്ന ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ അപ്പോൾ ഒരു ഇമാജിനറി ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ സീനല്ല, ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു സീൻ മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിലും കുറച്ച് ബാക്കിലേക്ക് ആ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കും. വെറുതെ ഞാൻ ചിന്തിക്കും, ഈ സീനിന് മുന്നേ ഞാൻ ഈ ക്യാരക്ടർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഈ സീൻ കഴിഞ്ഞാൽ ഇയാൾ എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക, ഇയാൾ അച്ഛനോടുള്ള ചെറുപ്പം മുതൽ ഇയാൾ എങ്ങനെയായിരിക്കും അച്ഛനെ കാണുന്നത്, അവർ അപ്രോച്ച് എങ്ങനെയായിരുന്നു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കും. ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇത് ഞാൻ ഭയങ്കര ചെയ്തൊന്നല്ല, അറിഞ്ഞോ അറിയാതെ എല്ലാവരും പ്രിപ്പയർ ആവുന്ന രീതി തന്നെയാണ്. ഇതൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കും.
പിന്നെ ചിലപ്പോൾ ഷോട്ടിന് മുന്നേ ഞാൻ തന്നെ ഒന്നുകിൽ മിററിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഞാൻ സ്വയം എവിടെയും നോക്കാതെയൊക്കെ ഞാൻ തന്നെ ചെയ്ത് നോക്കും എനിക്കൊരു ഇമോഷൻ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു സാധനം ചെയ്ത് ഇപ്പോൾ ഞാൻ സവിൻ ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ കുറേ സീൻസ് വരുന്ന സമയത്ത് ഞാൻ സവിൻ ചേട്ടൻ്റെ കാരണം ഇത് ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്ത് കുറേ ഞങ്ങൾ തമ്മിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും അത് കഴിഞ്ഞാണ് ഞങ്ങൾ ആ സീനിലേക്ക് എത്തുക. ഞാൻ കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് 100% വർക്കാവാത്തൊരു സീൻ ഞാൻ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഞാനത് 100% എനിക്ക് കൺവിൻസ് ആവുന്നത് വരെ ഞാൻ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കും. കൃത്യമായിട്ട് എനിക്ക് ഓക്കെ ഇതാണെങ്കിൽ ഓക്കെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഷോട്ടിന് പോവാറ്. ആ ഒരു തോട്ട് പ്രോസസ് ഒക്കെ സിനിമയിൽ നമുക്ക് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഈ ഒരു സീൻ കൺവിൻസ് ആയിട്ടില്ല, അപ്പം അത് കൺവിൻസ് ആക്കുന്ന രീതിയിൽ ഡയറക്ടർ നമുക്കപ്പോൾ സെറ്റ് അങ്ങനത്തെ ഒരു ആൻസർ നമുക്ക് ഭാഗ്യവശാൽ ഈ സിനിമയിൽ എനിക്കതുണ്ടായിരുന്നു. ഇപ്പോൾ കൂടെ അഭിനയിക്കുന്ന ഇവരെല്ലാവരും ആയാലും ഇപ്പോൾ സവിൻ ചേട്ടനായാലും ഞങ്ങൾ ചെന്ന് ഇപ്പം ഞങ്ങൾ പറഞ്ഞ കുറേ സീനുകൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഓൺ ദി സ്പോട്ട് ഇങ്ങനെ ചെയ്യാം ഞങ്ങൾ കുറേ മാറ്റി ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട്. ചിലത് ചെയ്തു നോക്കി നീ ഇതിൽ വേണ്ട നീ അടുത്ത പടത്തിൽ ചെയ്തു ചിലപ്പോൾ പറയാറുണ്ട്. ഞങ്ങൾ വർക്കാവാതെ വരുന്ന സമയത്ത് അതൊക്കെയാണ് നടക്കുന്ന പരിപാടി. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതായത് കുറെ ഇൻപുട്സ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സവിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഇപ്പം ഇവർ 4 പേർക്കും അവരുടെ ഒരു ഭയങ്കര ഒരു ഹ്യൂജ് ഒരു സാധനമുണ്ട്. ഇപ്പം ദേവരാജ് ആണെങ്കിലും അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം തന്നെ വരുന്നത്. ഇപ്പം നമ്മുടെ ആരാധ്യ, ഏഞ്ചൽ, ശബരി ഇവരൊക്കെ ആണെങ്കിലും തന്നെ അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം തോട്ട്സ് ഒബ്വിയസ്ലി ഉണ്ടാവുമായിരിക്കും. അപ്പം അതൊക്കെ എടുക്കുന്നൊരു സ്പേസ് ആണോ പൊതുവെ ചേട്ടൻ്റെ ഒരു വർക്കിംഗ് രീതി എന്ന് പറയുന്നത്? നമ്മൾ എല്ലാവരും കേൾക്കുക ഉള്ള ഒരു പരിപാടി ആദ്യം നോക്കാറുണ്ട്. അവരെന്താണ് തരാൻ ഉദ്ദേശിക്കുന്നത്, അല്ല നമുക്കെന്താ വേണ്ടതെന്നൊക്കെ ഉള്ള പരിപാടികൾ ആദ്യത്തെ തവണ ഒന്ന് സംസാരിക്കും. അപ്പം അവർ അവരുടേതായ രീതിയിൽ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു എന്തായാലും ഇവരെല്ലാവരും ബേസിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് തന്നെയാണ്. അവർ റീൽ എടുക്കുമ്പോൾ തന്നെ അവർ ഓൾറെഡി എല്ലാവരും ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവർ ചുമ്മാ ഒരു കാര്യമാണ് നമ്മൾക്ക് എന്തായാലും സംസാരിക്കില്ല. അവർക്ക് ഡൗട്ട് എന്തായാലും ഏതെങ്കിലും ചെറിയൊരു കാര്യത്തിൽ പോലും ഡൗട്ടുകൾ അവർ മാക്സിമം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന ടൈം വരെയും ഷൂട്ട് എഴുതി തുടങ്ങിയ ടൈമിലുള്ള സംശയം വരെയും അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഒരു സംശയമുണ്ട്. പക്ഷെ അത് അതേ കാര്യം തന്നെ ആ ഒരു 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഷൂട്ട് തുടങ്ങുന്ന അതേ ദിവസം വരെ അതിനെപ്പറ്റി സംസാരിക്കും. അപ്പോൾ അവരെ കൺവിൻസ് ആക്കുക എന്നുള്ളത് നമുക്കും ഒരു ഉത്തരവാദിത്തമാണ്. ചിലതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യും, ചിലതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ എസ്കേപ്പ് ആയി പോകാറുണ്ട്. പക്ഷെ അവർ അവരുടേതായ രീതിയിൽ എല്ലാ ഇൻപുട്ടുകളും നമുക്ക് തരാറുണ്ട്. നമ്മളെ വാഴ 2 പറഞ്ഞത് ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് അല്ലേ പറയണത്? അല്ലേ? അല്ല, വാഴ 2 അല്ലേ ബ്രോസ് ആണ്. അപ്പം അതിലെ നായികമാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പം ഏഞ്ചൽ ആണെങ്കിലും ആരാധ്യ ആണെങ്കിലും ഇതില് പല എന്താ പറയുക സിനാരിയോയിൽ വന്നു പോകുന്ന നായികമാരാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഈ ഒരു സിനിമ എന്തുമാത്രമാണ് ഒരുപക്ഷെ നാളെ നിങ്ങളുടെ കരിയർ മാറ്റാൻ പോണത് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്? മുന്നേ ചെയ്ത മൂവിനേക്കാളും അത്യാവശ്യം ക്യാരക്ടറുള്ള മൂവിയാണ് ഇപ്പൊ ചെയ്തത്. ഇപ്പൊ നേരത്തെ ഡയലോഗിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞിരുന്നത് അതായത് കുറച്ച് കൂടുതൽ ത്രൂ ഔട്ട് ഡയലോഗ് ഉള്ളതുകൊണ്ട് കുറച്ച് അവരോടൊക്കെ ആയിട്ട് അല്ല ഞാനത് കാഷ്വലായിട്ട് പറഞ്ഞതാ. അല്ല ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ പിന്നെ എല്ലാവരായിട്ടും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകുമ്പോൾ ഇപ്പോൾ ഹാഷിറാണേലും അല്ലനാണേലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം അവരുടെയൊക്കെ സപ്പോർട്ട് വെച്ചിങ്ങനെ ഡയലോഗിൻ്റെയും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. ഹാഷിറൊക്കെ ലാസ്റ്റത്തൊക്കെ പോർഷനിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എന്തായിരുന്നു ഒരു ഹെൽപ്പ് എന്തായിരുന്നു ഹാഷിറിന്റെ ആ ഒരു ലാസ്റ്റ് സീനിൽ എന്ന് പറഞ്ഞാൽ? എന്താ അങ്ങനെയല്ല, കഥ പറഞ്ഞു. വേണ്ട അപ്പൊ അറിയാണ്ട് കഥ പറഞ്ഞു പോണപ്പോ ഏഞ്ചലാണ്. ആരെങ്കിലും ചോദിക്കാണെങ്കിൽ അപ്പൊ ക്ലൈമാക്സിൽ എന്തോ ഒരു ഏഞ്ചലിന് അത്രയും ഒരു സാധനം ഉണ്ട്. അത് ഹെൽപ്പ് ചെയ്തത് ഹാഷിറാണ്. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്കത് വിലയിരുത്താം അല്ലെ? ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ കഥ എന്താന്നുള്ളത് അല്ലെ? ആരാധ്യക്ക് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് വന്ന ദിവസം കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെയായി, എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി, കംഫർട്ട് സോണായി, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എല്ലാവരും അടിപൊളിയായി. എല്ലാവരും ക്രൂവിലുള്ള സവിൻ സാർ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര എന്താ പറയാ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ എന്റെ പോർഷൻ കഴിഞ്ഞ് കട്ട് പറഞ്ഞ ഉടനെ ഞാൻ നോക്കും സവിൻ സാർ എവിടെ നോക്കും. അപ്പൊ പുള്ളിക്കാരൻ ഹോണസ്റ്റ് ആയിട്ട് മുഖത്തേക്ക് പറയാം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല കേട്ടോ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് അപ്പൊ തന്നെ മൈക്കിലേ പറയാം എല്ലായിടത്തും മൈക്ക് എടുത്തിട്ട് നല്ല പോലെ തരും. പിള്ളേരെ മുന്നിൽ മാസം കളിച്ച് അപ്പോഴേ മൈക്കിങ് തുടങ്ങും. അതെ, കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവും സെറ്റില്. അപ്പോഴായിരിക്കും പറയാം
നീ അടുത്ത ബസ്സിൽ തൃശ്ശൂർക്ക് വിട്ടോ ഇനി ഇവിടെ നിൽക്കേണ്ട വിട്ടോളാ പറയും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് നമുക്കിപ്പം ഞാൻ ഇപ്പൊ ഫ്ലോറിൽ നിൽക്കുമ്പോ എനിക്ക് എന്റെ ഡയറക്ടർ എന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ എനിക്കിത് ആ സമയത്ത് പെർഫോമൻസിനെ ഭയങ്കര ബാധിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് ശരിക്കും എങ്ങനെയാണ് സെറ്റിന് ഇതേപോലെ തന്നെ വിട്ടോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് പോകും? അയ്യോ ഇല്ലില്ല, അത് നമുക്ക് പുള്ളിയെ നല്ലതുപോലെ അറിയാം. അറിയാം. അപ്പൊ നമുക്കിടയിലാണ് കേട്ടോ എല്ലാരും അതെങ്ങനെ എടുക്കുന്നില്ല. ഈ ഇരിക്കുന്നവർക്ക് അത് അറിയാം. ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും അറിയാം പുള്ളി എങ്ങനെയാണ്. അപ്പൊ പറയുന്നത് കൊള്ളിച്ചല്ല, എന്നാലും രണ്ട് കിട്ടുന്ന എല്ലാരും തന്നെ കിട്ടട്ടെ, കുറച്ച് കളിയൊക്കെ കിട്ടട്ടെ എന്നുള്ള അങ്ങനെ തന്നെ പറയുന്നത്. കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഓക്കെയാണ് സലിം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കംഫർട്ടബിൾ ആക്കും. അപ്പൊ നല്ല ഭയങ്കര എന്താ പറയാ ബഞ്ച് ഓഫ് ആൾക്കാരാണ് മൊത്തം എല്ലാവരും. വാഴ ചൂട് അത്രയും അല്ലേ? നല്ല വാക്കല്ലേ? ഇത്രയും ആൾക്കാരെ പറ്റി പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, ഇനി വേറെ എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഫെയിം എന്ന് പറയുന്ന ഒരു സാധനം, പ്രശസ്തി എന്ന് പറയുന്ന ഒരു സാധനം, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു എക്സ്റ്റെന്റ് വിട്ടിട്ട് നമുക്കത് തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ ഭയങ്കര പോപ്പുലർ ആയിട്ട് ആൾക്കാരാണ്. നിങ്ങൾ എങ്ങനെയാണ് അത് എന്താ പറയാ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത്? ചോദ്യം എനിക്ക് അലന്റെ അടുത്തും ഹാഷിറിന്റെ അടുത്തും വിനായകന്റെ അടുത്തും അജിന്റെ അടുത്തും ദേവരാജിന്റെ അടുത്തും നിങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കുന്നത് ഞാൻ എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര സോഷ്യൽ മീഡിയ ഒരു സാധനമുണ്ട്. അതാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഒന്നും തോന്നരുത്, അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇപ്പൊ ഞാൻ തന്നെ പറയട്ടെ, അതായത് ഇപ്പം ഹാഷിറും ടീമും ഇറങ്ങാന്ന് തന്നെ വെച്ചോ, അവിടെ ഉണ്ടാവുന്ന ഒരു ജനസാഗരം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ദേവരാജിന്റെ നിങ്ങളുടെ സ്റ്റോറീസിന്റെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലെ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അസൂയ തോന്നും. അത്രയും ആൾക്കാർ നിങ്ങളെ പറ്റി ഇതാക്കി പറയുന്നതാ. അപ്പൊ അത് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് പോലും നിങ്ങളുടെ ആ ഒരു എന്താ പറയാ പവർ എന്താന്ന് നമുക്ക് അറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എങ്ങനെ നിങ്ങളത് മാനേജ് ചെയ്യുന്ന ഒരു സാധനം? കാരണം നമുക്കത് തലയ്ക്ക് പിടിക്കാനും പറ്റില്ല, എന്നാൽ നമുക്കത് ഈ പറഞ്ഞ പോലെ വർക്ക് വരേക്ക് കൊണ്ടുപോകണം. പല കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറസ് ആണെന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ കുറച്ചു മുന്നേ തുടങ്ങുന്ന മുന്നേ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചിലപ്പോൾ 1-2 ഹിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും സൂപ്പർ സ്റ്റാർസ് ആണ് കേരളത്തില്? ആണ്. ഉത്തരം പറ. എല്ലാരും പറയണം. അല്ല, ഇതിപ്പം ഇപ്പൊ ഇങ്ങനെ ഒരു മേഖലയിൽ വരുമ്പോഴും അതിപ്പം ഇതിൽ മാത്രമല്ല, ഒരു ആൾക്കാരെ അറിയപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് നല്ല രീതിയിൽ ആൾക്കാരിൽ അറിയപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു അറിയപ്പെടുന്ന മാത്രമല്ല, ആ ഒരു ഇഷ്ടം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ കാര്യമുണ്ട്. അപ്പം നമ്മൾ പല കാര്യങ്ങളും സൂക്ഷിക്കാറുണ്ട്. നമ്മളായിട്ടാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്കിടയിൽ മാത്രമാണ്. അല്ലാതെ പുറത്ത് പോകുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. സംസാരിക്കേണ്ട കാര്യങ്ങളായാലും ഒരു പൊതു പരിപാടിയിൽ എന്തൊക്കെ സംസാരിക്കണം, കാര്യം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത് എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പേടിയല്ല, അത് സൂക്ഷിക്കണം. നമ്മളിപ്പം എങ്ങനെ പറയട്ടെ, കാണുന്ന പ്രോഗ്രാമാണ്. അതെ, എല്ലാ ആൾക്കാരും കാണാൻ എടുക്കുകയൊക്കെ ചെയ്യില്ല. അപ്പം നമ്മൾ ആ രീതിയിൽ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ അങ്ങനെ നമ്മൾ എന്താണോ അതേ കണക്ക് തന്നെ അത് നമുക്കിടയിൽ നമ്മൾ കാണിക്കാറുള്ളൂ. അങ്ങനെ സൊസൈറ്റി ഇറങ്ങി അത്ര കാണിക്കാൻ വേണ്ടി നിൽക്കാറില്ല. പിന്നെ നമ്മളെ ഇപ്പോൾ ഒരാൾ ഫോട്ടോ എടുക്കാൻ വരികയാണെങ്കിലും നമ്മൾ സംസാരിക്കാൻ വരികയാണെങ്കിലും അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യുന്ന രീതി തന്നെ നമ്മൾ ഡീൽ ചെയ്യും. കാര്യം നമ്മൾ ചിന്തിക്കും, കാര്യം അവർ ഇപ്പം നമ്മളൊരു പൊതു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ അറിയുന്ന ആൾക്കാർ വരും. അപ്പം നമ്മൾ അതിനു വേണ്ടി നിൽക്കണം, ഫോട്ടോ എടുക്കണം, സംസാരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോവാതിരിക്കണം. ഇപ്പം നമുക്ക് ചിലപ്പോൾ അത് താല്പര്യമില്ലെന്നല്ല, നമുക്ക് ചിലപ്പോൾ അത് ഓക്കെ അല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലാതിരുന്നാൽ മതി. അത്രയും ആൾക്കാരുടെ ഇടയിൽ ചെന്നിട്ട് നമ്മളങ്ങനെ വേറെ രീതിയിലോ നിൽക്കാറില്ല. നമ്മൾ ആ രീതി കാര്യം പറയുക, സംസാരിക്കുകയും അത് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ ആ രീതിയിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്നതാണെങ്കിലും നാളെ ഒരു സിനിമ സെറ്റിൽ പോകണമെങ്കിലും അവിടെയൊക്കെ സൂക്ഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. അത് നമ്മളായിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ അതിൽ കൂടുതൽ നമ്മളങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു 30 സെക്കൻഡ് റീലോ അല്ലെങ്കിൽ നമുക്ക് ഒരു 1.5 മിനിറ്റ് വരുന്ന ആ ഒരു കണ്ടന്റ് നമ്മൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു എന്താ പറയാ, ഒബ്വിയസ്ലി ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് എപ്പോഴും അൾട്ടിമേറ്റ് സിനിമ തന്നെയാണ്, സിനിമ ചെയ്യണം അല്ലെങ്കിൽ അഭിനയിക്കണം തന്നെ ആഗ്രഹം. പക്ഷെ അത് ഇത്രമാത്രം ഒരു ദൂരത്ത് നിങ്ങളെ ഇത്രയും പെട്ടെന്ന് കൊണ്ടെത്തിക്കുന്ന ഒരു തോട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. അങ്ങനെ നമ്മളെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ആ ഒരു ലക്ഷ്യത്തിൽ നിന്നല്ല തുടങ്ങിയത്. നിങ്ങൾ കണ്ടന്റ് ചെയ്ത് തുടങ്ങുമ്പോ സിനിമ അല്ലായിരുന്നു ലക്ഷ്യം, നിങ്ങൾ വെറുതെ ആ ഒരു സമയത്ത് തമാശക്ക് തുടങ്ങിയതാ. പിന്നെ ആൾക്കാർ കണ്ട് അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോ പിന്നെ നമ്മൾ ഇത് മാറി, പിന്നെ അതിനെ സീരിയസ് ആയിട്ട്. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, അതായത് ഈ റിയൽ കണ്ടന്റിന് മുന്നേ നിങ്ങൾ ചെയ്ത ടിക്ടോക്ക് സാധനങ്ങളൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെല്ലാം ട്രൈ ചെയ്യും.
അതായത് ആ സമയത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. അത് നോർമലി ഇപ്പൊ നമ്മൾ റീൽ എല്ലാരും ചെയ്യുന്നില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ. എനിക്ക് ഭയങ്കര രസണ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാ എന്റെ എല്ലാം ഇഷ്ടപ്പെടുന്നില്ല. അത് അല്ല മനസ്സിലായി. അതായത് എല്ലാരും ചെയ്യുന്ന പോലെ ആ സമയത്ത് ചെയ്യുന്നില്ല. അല്ല നമ്മൾ അതിൽ അത്ര പോപ്പുലറോ അങ്ങനെയൊന്നും അല്ല. നോർമലി ജസ്റ്റ് ഫ്രണ്ട്സ് ചെയ്യുന്ന അത് ചെയ്ത് പോണേ. അതിപ്പം ഇപ്പൊ ഇത്രയും പേര് അറിഞ്ഞോണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ അത് പൊങ്ങി. ഡബ് സ്മാഷിംഗ്, മ്യൂസിക്കൽ, ടിക്ടോക്ക് എല്ലാം. അജിനല്ലായിരുന്നു ആ ടൈമിലെ മെയിൻ. അജിനായിരുന്നു ആ ടൈമിലെ മെയിൻ സ്റ്റാർ. അജിനായിരുന്നു. മറ്റേ അന്ന് ഈ ലിപ്സിംഗിന്റെ സമയത്താണോ മറ്റേ നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ ഭയങ്കര പ്രേമം കാണിക്കുന്ന ആൾ? ഡബ് സ്മാഷ്, മ്യൂസിക്കലി, സ്മ്യൂള്. അതൊന്നും അല്ല ഞാൻ എന്തായാലും പറഞ്ഞ അല്ല അതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ഞാൻ ഇല്ലാതെ പറഞ്ഞു. ഇല്ല ഞാൻ ആ സമയത്ത് ടിക്ടോക്ക് ബാൻ ആയ സമയത്ത് എന്തോ ഡിലീറ്റ് ഒക്കെ ചെയ്തിട്ടാണ് കളഞ്ഞത്. അപ്പൊ എവന്റെ കൂടെ ചെയ്ത എവന്റെ അക്കൗണ്ടിൽ ചെയ്ത വീഡിയോസ് ആണ് പൊങ്ങി വന്നത്. എന്റെ അതാണ്. അപ്പൊ ഞാനാണ് തെറ്റിയത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല? അല്ല, ഉറപ്പല്ലേ? ആക്റ്റീവ് അല്ല. പക്ഷെ ഇവര് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഇവരുടെ ലൈഫായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, കംപ്ലീറ്റ്ലി ഇല്ലല്ലോ. അവർക്ക് കിട്ടുന്ന ഇപ്പോൾ സെറ്റിലാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് പിള്ളേരൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളിവിടെ സ്കൂളിൽ മരത്തിൻ്റെ സൈഡിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ ടീംസ്, കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് പിള്ളേരൊക്കെ നോക്കിയാ അലനെ നോക്കിയാ ഹാഷിനെ നോക്കിയേ. ഞങ്ങളതെല്ലാം അവരുടെ നമ്മളതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ഞങ്ങളും ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അതുപോലത്തെ കുറെ അതെ അങ്ങനെ കുറെ ഇത് കണ്ടിട്ടും കേട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ആർട്ടിസ്റ്റാന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കുമ്പോ ഇവരവിടെ ഇവിടെ കുസ്കുന്നൊക്കെ ഞങ്ങളിങ്ങനെ കേൾക്കും. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പെൺപിള്ളേര്. അതെ, അലനാണപ്പോ? അതെ, അലനെ മതിയല്ല. അങ്ങനെയാണോ? ശരിക്കും അങ്ങനെയാണോ? അറ്റൻഷൻ പിടിച്ചോളൂ ആണല്ലേ? ആ ഒരു എന്താ പറയാ നാക്ക് എന്താണ് അത്? എന്തിനു പറയാൻ? അല്ല അതൊക്കെ സ്കൂൾ കാലഘട്ടം തൊട്ടേ ഉള്ള പരിപാടിയാണ് അതൊക്കെ. അയ്യോ അങ്ങനെയല്ല. ഇതിപ്പോ അതായത് പെൺകുട്ടികൾക്ക് ഇടയിൽ കിടന്ന് അങ്ങനെയല്ല. ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടാണ് ലൊക്കേഷനിൽ. നല്ല പയ്യന്. അങ്ങനെ കാണിച്ചതല്ല. ഇത് നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിൽ കാണിക്കുന്നതൊക്കെ ചിലപ്പോ പിള്ളേരൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കാം. പറയാൻ പറ്റും. ചിലപ്പോ അഭിനയം കണ്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കാം. അല്ല വിനായകൻ എന്താ പറയാനുള്ളത് അലന്റെ ആ ഒരു പ്രത്യേക കഴിവിനെ പറ്റി? അസൂയ തോന്നാറുണ്ടോ? കൊതി തോന്നാറുണ്ടോ? ഇതെങ്ങനെ അജിനോ? അല്ല അവനാണ് കൂടുതൽ നമ്മളെ കൂട്ടത്തിൽ നല്ലോണം സംസാരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരാളുമായിട്ടും, അതായത് അറിഞ്ഞൂടാത്ത ഒരാളുമായിട്ടും കമ്പനി ആവുന്ന പെട്ടെന്ന് അവനാണ്. അത് സത്യം. അല്ല അങ്ങനെയല്ല, നമ്മളന്ന് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടും അലനാണ് ഭയങ്കര കമ്പനി ആയത്. ഭയങ്കര നമ്മള് ഇല്ലേ കമന്റ് ഒക്കെ ഇടാറുണ്ടൊക്കെ ഉള്ളത് അലൻ മാത്രം. ആശിർ പറഞ്ഞു അലൻ തന്നെയാണ്. അതായത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയാലും ആദ്യമേ സംസാരിച്ച് അവരെ ഇത്തിരി ലെവലാക്കി സെറ്റാക്കി വിടും ആശാൻ. ഇപ്പം നിങ്ങളുടെയൊക്കെ അതായത് ഇപ്പൊ ബിഗ് നെയിംസ് ഓൾറെഡി നമ്മുടെ വാഴ 2 ഇങ്ങനെ മുഖങ്ങളൊക്കെ വന്നോണ്ട് തന്നെ ആക്ച്വലി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞത് ഒരു പ്രഷർ ഉണ്ടോ ഇതില്? ഇല്ല അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് നമ്മളെ കൂടെ അഭിനയിക്കുന്ന അങ്ങനെയല്ല. അതായത് ഇപ്പം നമുക്ക് ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പൊ മനസ്സിലായോ? അയ്യോ സവിചേട്ടൻ എന്നെ തല്ലുന്നാ തോന്നുന്നത്. ആള് ചോദ്യം പറഞ്ഞ ഉത്തരം പോയി. ആള് വറച്ചു പോയി. അതെനിക്കുള്ള അത് ക്ലിയർ ചെയ്തോ, കുഴപ്പമില്ല. അതായത് ഇപ്പം ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ നമുക്ക് വാഴ 2 പറ്റിയിട്ട്. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ മുഖം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ഓക്കെ ഇവരുണ്ട് അതിന്റെ പേരിൽ കുറെ പേര് സിനിമ കാണാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു പ്രഷർ ഉണ്ടോ സിനിമ ഇറങ്ങുമ്പോ? സന്തോഷമുള്ള കാര്യമില്ലേ, നമ്മള് കറക്റ്റ് ആയിട്ട് പടം കണ്ടിട്ടില്ല. ഡബ് ചെയ്ത് എല്ലാണ്ട് ഞങ്ങള് ഫിലിം റിവ്യൂ ആയിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പൊ ഞങ്ങളും പ്രേക്ഷകരെ പോലെ തന്നെ എക്സൈറ്റഡ് ആണ് പടം കാണാൻ. ഞങ്ങൾ ചെയ്തും പിന്നെ ബാക്കിയുള്ളവർ ചെയ്ത് കാണാനും മ്യൂസിക് ഒക്കെ വന്ന് എല്ലാം ഫൈനലായിട്ട് നിങ്ങളോടൊപ്പം തന്നെ കാണാൻ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അപ്പൊ അതാണ് അതിന്റെ ഫൈനൽ ആൻസർ. അല്ലാണ്ട് ടെൻഷനോ പ്രഷറോ അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, എല്ലാവർക്കും അത് തന്നെയാണ്. ഇനി അണ്ണൻ പറ. ടെൻഷൻ ഉണ്ടോ? ഭയങ്കര ടെൻഷനാണ്. ഞങ്ങൾ കുറെ തവണ ചോദിച്ചു എങ്ങനെയുണ്ട് പടം അറിയില്ല, നമുക്ക് നോക്കാം.
അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇതുവരെ. പക്ഷെ അണ്ണൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അണ്ണന്റെ വർക്കിൽ കോൺഫിഡന്റ് ആണ് കേട്ടോ, പുള്ളിയുടെ വർക്കിൽ കോൺഫിഡന്റ് ആണ്. പക്ഷെ ടെൻഷൻ എന്ന് പറയുന്നത് അണ്ണൻ പടം ഗംഭീരം തന്നെ ആവട്ടെ, ആവും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അങ്ങനെ തന്നെ ആവട്ടെ, അതിലപ്പുറത്തേക്കൊന്നും വേണ്ട ചിന്തിക്കേണ്ട.